ശ്രീലങ്കയിലെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ അപമാനിച്ചതിന് രാജ്യത്തെ തീവ്ര ബുദ്ധ സന്യാസിക്ക് വീണ്ടും തടവ് ശിക്ഷ. ഗലാഗോദാത്തെ ജ്ഞാനസാര തേരോ എന്ന ബുദ്ധ സന്യാസിക്കാണ് കോടതി 4 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. 2016 നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയതിനാണ് ഇയാളെ കൊളംബോ ഹൈക്കോടതി ജഡ്ജി ആദിത്യ പടബെണ്ടിഗെ ശിക്ഷിച്ചത്. മാർച്ച് 28-നാണ് കോടതി ഉത്തരവ് പുറത്തു വന്നത്. ജ്ഞാനസാരയ്ക്ക് കോടതി $330 പിഴ ചുമത്തിയതായും ശിക്ഷ നടപ്പാക്കാൻ ഉടൻ കസ്റ്റഡിയിലെടുത്തതായും ഒരു കോടതി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. മ്യാൻമറിലെ തീവ്ര ബുദ്ധ സന്യാസി വിരാതവുമായി അടുത്ത ബന്ധമുള്ള ജ്ഞാനസാര ശ്രീലങ്കൻ ജനസംഖ്യയുടെ 10% മുസ്ലിങ്ങൾക്കെതിരെ അക്രമത്തിന് പ്രേരിപ്പിച്ചയാളും കൂടിയാണ്. 2014 മുതൽ നിരവധി മുസ്ലിം വിരുദ്ധ അക്രമങ്ങളിലും വിദ്വേഷ കുറ്റകൃത്യങ്ങളിലും ഇയാൾക്ക് പങ്കുള്ളതായി ആരോപണം ഉയർന്നിരുന്നു. കൂടാതെ വിദ്വേഷ പ്രസംഗം, മുസ്ലിം വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളിലും ആരോപണം നേരിട്ടയാളാണ്. ഇതാദ്യമായല്ല ജ്ഞാനസാര തടവിലാകുന്നത്. കാണാതായ കാർട്ടൂണിസ്റ്റിന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയതിനും കോടതി അലക്ഷ്യത്തിനും 2018 ഇയാൾ 6 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ മുൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന മാപ്പ് നൽകിയതിനെ തുടർന്ന് 9 മാസത്തിനു ശേഷം ജയിൽ മോചിതനായി. മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെ പിന്നീട് ജ്ഞാനസാരയെ മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിയമപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്ന പാനലിന്റെ നേതാവാക്കി. ജ്ഞാനസാരയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ നടപടി വിരോധാഭാസമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഷാനകിയൻ രാസമാണിക്യം അന്ന് വിമർശിച്ചത്. ഏതായാലും ജ്ഞാനസാരയ്ക്കെതിരെയുള്ള ശിക്ഷാവിധി ശ്രീലങ്കയിലെ മതസമൂഹങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കും വിഭാഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെയും ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. അശ്വിൻ വിരാതുവിൻ്റെ നേതൃത്വത്തിലുള്ള മ്യാൻമറിലെ മുസ്ലിം വിരുദ്ധ ബുദ്ധ ഗ്രൂപ്പായ 969 പ്രസ്ഥാനവുമായി സഖ്യമുള്ള സിംഹള ബുദ്ധ ദേശീയ സംഘടനയായ ബോഡു ബാലസേന അഥവാ ബുദ്ധിസ്റ്റ് പവർ ഫോഴ്സ് ജനറൽ സെക്രട്ടറിയാണ് ജ്ഞാനസാര തേരോ. 2017 മതപരമായ ശത്രുത സൃഷ്ടിച്ചതിന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്നാണ് ഇയാൾ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. നേരത്തെ ഭക്തരിൽ നിന്ന് സംഭാവന വാങ്ങി ആഡംബര ജീവിതം നയിച്ചുവന്ന ബുദ്ധ സന്യാസിക്ക് 114 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചിരുന്നു. സംഭാവന വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന കേസിലാണ് ബാങ്കോക്ക് കോടതി സന്യാസിക്ക് ശിക്ഷ വിധിച്ചത്. 2018 ഇത്. തായ്ലൻഡിലെ മുൻ ബുദ്ധ സന്യാസിയായ വിരാപോൾ സുഖ്ഫോളിനെയാണ് ശിക്ഷിച്ചത്. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ഒരു ബുദ്ധ സന്യാസിയെ 7 വർഷവും 9 മാസവും തടവിന് ശിക്ഷിച്ചിരുന്നു. ഹാൻസ് ഡി എന്നു പേരുള്ള 62-കാരനായ സന്യാസിക്ക് 2017 ജൂലൈ 11 ഒരു ജർമ്മൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 15 വർഷത്തിനിടെ 4 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള 7 കുട്ടികളെ ദുരുപയോഗം ചെയ്തെന്ന കുറ്റത്തിനായിരുന്നു ശിക്ഷ.